തിരുവനന്തപുരം നഗരത്തോട് തൊട്ടുചേർന്ന് കിടക്കുന്ന ശംഖുമുഖം ബീച്ചിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത്. ശംഖുമുഖം ബീച്ചിലെ ഒരു പ്രധാന കാഴ്ചയായ സാഗരകന്യക എന്ന ശില്പരൂപമാണ് ഈ കാണുന്നത്. ശംഖുമുഖം ബീച്ച് എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പഴയ കാലത്തെ ഉടവാളും അണിഞ്ഞുകൊണ്ടുള്ള ആറാട്ട് കടവാണ്. ഈ ആറാട്ട് കടവിനെയാണ് ശംഖുമുഖം എന്ന് ആൾക്കാർ പിന്നീട് വിളിച്ചു തുടങ്ങിയത്. ആറാട്ട് കടവിൽ ഇപ്പോഴും തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഉടവാളുമായി വന്ന് കുളിക്കുവാനുള്ള ഒരു കൊട്ടാരം അവിടെ ഉണ്ട്. ഇപ്പോഴും ആ ആചാരം, ഉടവാൾ വന്ന് ശംഖുമുഖം ബീച്ചിലേക്കുള്ള ആ കുളി, രാജാവിൻ്റെ കുളി ചടങ്ങ്, കുതിരകളോടുകൂടി കുതിര സവാരി നടത്തി വന്ന് ചെയ്യുന്ന ആ ചടങ്ങ് ഇപ്പോഴും മുറതെറ്റാതെ അവിടെ നടക്കുന്നുണ്ട്. ശംഖുമുഖം ബീച്ചിനോട് തൊട്ടു ചേർന്നാണ് തിരുവനന്തപുരത്തെ എയർഫോഴ്സിൻ്റെ കമാൻഡിംഗ് സ്റ്റേഷൻ, എയർഫോഴ്സിൻ്റെ പൈലറ്റ് ട്രെയിനിങ് സെൻറ്റർ, എയർഫോഴ്സിൻ്റെ ബാക്കിയുള്ള കൊച്ച് ഓഫീസുകളും കാര്യങ്ങളും ഒക്കെ അവിടെ കാണാം. ഒരു ഹെലികോപ്റ്ററിൻ്റെ മോഡൽ വെച്ചിരിക്കുന്നത് കാണാം. പഴയ കാലത്തെ ഒരു ബംഗ്ലാവും ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റുമായി ഉപയോഗിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. ഇത് ഒരു സീ ബീച്ചാണ്, ശംഖുമുഖം സീ ബീച്ച്. സീ ബീച്ചിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഗരകന്യകയോട് ചേർന്നുകൊണ്ട് ഒരു ക്ഷേത്രമുണ്ട്, പ്രസിദ്ധമായ ശംഖുമുഖം ക്ഷേത്രം. അതിനോട് തൊട്ട് ചേർന്ന് ഇരിക്കുന്നുണ്ട്. ഈ ആകർഷണ കേന്ദ്രം, സാഗരകന്യക എന്ന ഈ ആകർഷണ കേന്ദ്രം ശംഖുമുഖത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മതിലിനോട് തൊട്ടു ചേർന്നാണ് ശംഖുമുഖം ബീച്ച് കിടക്കുന്നത്. അത് കാണികൾക്കും ടൂറിസ്റ്റുകൾക്കും വലിയ ഒരു അനുഗ്രഹമാണ്. എന്തെന്നാൽ ഒരേ സമയത്ത് അടുത്തുനിന്ന് കാണികൾക്ക് വിമാനം ഇറങ്ങുന്നതും വിമാനം പൊങ്ങുന്നതും കാണുവാനുള്ള ഒരു അവസരം ഈ ശംഖുമുഖം ബീച്ചിൽ കാണികൾക്ക് കിട്ടും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ആറാട്ട് ഉത്സവം നടത്തുന്നതും ഈ ശംഖുമുഖത്താണ്. പഴയ കാലത്തെ ഒരു വിശ്രമ കേന്ദ്രമാണിത്. നോക്കൂ, പഴയ കാലത്തെ എല്ലാം കല്ലുകൊണ്ട്, ഒറ്റക്കല്ലിൽ തീർത്ത തൂണും ഒറ്റക്കല്ലിൽ തീർത്ത റൂഫും ഒക്കെയാണ് ശംഖുമുഖം ബീച്ച്. പ്രകൃതി സുന്ദരമായ ശംഖുമുഖം ബീച്ച് വൈകുന്നേരങ്ങളിൽ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളും ഇഷ്ടം പോലെ തിരുവനന്തപുരക്കാരും തൊട്ടടുത്തുള്ള കൊല്ലം ജില്ലക്കാരും വന്ന് വിശ്രമിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുന്ന സുന്ദരമായ ശംഖുമുഖം ബീച്ച്. ഇത് വേറൊരു ശില്പരൂപം, ശ്രീ കാനായി കുഞ്ഞിരാമൻ അവറുകളുടെ ഒരു ശില്പരൂപം. ഒരു മനുഷ്യൻ കിടന്ന്, സുന്ദരമായി കിടന്ന്, കാലും പൊക്കി അങ്ങ് കിടന്ന് വിശ്രമിക്കുകയാണ്. ബീച്ച് പാലസ്, ഞാൻ നേരത്തെ പറഞ്ഞു കൊട്ടാരം, ആറാട്ട് കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ ആ പഴയ ചാരുത, പഴയ ഭംഗി ഇപ്പോഴും
നിലനിർത്തിക്കൊണ്ട് അവർ അതേപടി ആർക്കൈവ് ചെയ്തിരിക്കുകയാണ്. ഈ കൊട്ടാരം ഇപ്പോൾ കേരള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരു സംരക്ഷിത കൊട്ടാരമായി നിലനിർത്തിയിരിക്കുകയാണ്.